ഹലോ ഗൈസ്, എല്ലാവർക്കും പ്രോസൻറ്റിക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലേക്ക് സാധാരണയായിട്ട് കാണുന്നില്ലേ ഇതേപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ഒന്നുകിൽ ഇത് നമ്മുടെ വീട്ടിൽ വെറുതെ കിടക്കും, ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആക്രിക്കാൻ മാറ്റം കൊടുക്കും. അതിന് പകരം നമ്മൾ ഇതിനെ നമുക്ക് യൂസ്ഫുള്ളായ രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് നോക്കുന്നത്. അതായത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട് എങ്ങനെ ഒരു റോപ്പ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ 3 രീതികളാണ് നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. രണ്ടാമത്തെ മെത്തേഡിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതേപോലെ ഒരു കമ്പാണ്. നമ്മൾ സാധാരണ ആയിട്ട് കാണുന്ന ഒരു കമ്പ്. അതിൻ്റെ ഒരറ്റം പരന്നതായിരിക്കണം. അതിൻ്റെ മുകൾ വശത്തായിട്ട് ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഹാക്സാ ബ്ലേഡ് യൂസ് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതായത് ഈ ഒരു നീളത്തിനായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വരയും കൂടെ കട്ട് ചെയ്യാം. ഈ ഒരു പോസിറ്റീവ് ആകൃതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ 4 പീസിലും ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ നമ്മുടെ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു കത്തി എടുക്കാം. അതിനുശേഷം നമ്മൾ താഴെ നിന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മുടെ കത്തിയുടെ മോനെ ഈ 1ാമത്തെ കട്ടിയിലോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു കുപ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് വലിച്ചൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ കമ്പിൻ്റെ മുകൾ വശത്തോട്ട് ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ആ ഒരു ഗ്യാപ്പ് നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും വീതി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു രീതിയിൽ കത്തി പിടിച്ചതിന് ശേഷം നമ്മൾ കത്തിന്ന് ടൈറ്റായിട്ട് പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു വള്ളിയിലോട്ട് പിടിച്ച് വലിക്കുന്ന സമയത്ത് മെത്തേഡിന് ആവശ്യമുള്ളത് ഒരു ബോട്ടിൽ ക്യാപ്പാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്ന രീതിയിൽ രണ്ടത് കട്ട് ചെയ്ത് കൊടുക്കണം. 2 സൈഡും ഒരേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ ഈ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇവിടെയും അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും. അതിനുശേഷം നമ്മുടെ അടപ്പിനെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ നൈഫ് ഇതിനകത്ത് കൂടെ നമുക്കൊന്ന് അപ്പുറത്തെ വശത്തൂടെ എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുപ്പിയിൽ ഉണ്ടാക്കിയെടുത്ത പോലെ ഇവിടെയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ നൈഫിൻ്റെ ഇടയിലൂടെ നമ്മളതൊന്ന് എടുക്കുക. അപ്പോൾ അങ്ങനെ കയറ്റി എടുത്തതിന് ശേഷം നമ്മുടെ ഇപ്പുറത്ത് അറ്റം പിടിച്ച് വലിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഇത്രയും കയറ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതായിട്ട് നമുക്ക് 3ാമത്തെ മെത്തേഡ് നോക്കാം. ആദ്യം തന്നെ ആവശ്യമുള്ളത് ഇതേപോലൊരു മരത്തിൻ്റെ കഷ്ണമാണ്. അതിനുശേഷം നമ്മുടെ ഒരു തടിയുടെ സെൻറ്റർ വശം നോക്കിയിട്ട് അവിടെ നിന്ന് നമുക്കൊരു 3 സെൻറ്റിമീറ്റർ താഴോട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2.5 സെൻറ്റിമീറ്റർ ആ ഒരു ഭാഗത്ത് വെച്ച് നമുക്കൊരു പോയിൻ്റ് ഇട്ടെടുക്കാം. അതിനുശേഷം ആ പോയിൻ്റിലൂടെ നമുക്കൊരു വര വരച്ചു കൊടുക്കാം. നമ്മൾ ഈ വര വരച്ചതുപോലെ തന്നെ നമുക്കിതൊന്ന് ഹാക്സാ ബ്ലേഡ് യൂസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഹാക്സാ ബ്ലേഡ് യൂസ് ചെയ്ത് ഈ ഒരു വരയുടെ അറ്റം വരെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ തടി ആ ഒരു വരയുടെ അറ്റം വരെ നമ്മുടെ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വരയുടെ ഒരു പകുതി ഭാഗം, അതായത് നമ്മുടെ തടിയുടെ മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ ഏകദേശം പകുതി ഭാഗം വരുന്നവരെ നമുക്കിതിനൊന്ന് കട്ട് ചെയ്യാം.
ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലും അതേപോലെ ഇവിടുന്ന് പകുതി ഭാഗം വരുന്ന വിധത്തിലും അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെൻസിൽ കട്ടറാണ്. അതിൻ്റെ ഈ ഒരു ബ്ലേഡ് ഇതില്ലെങ്കിൽ നമ്മൾ കട്ടറിൻ്റെ ബ്ലേഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള നൈഫുകളുടെ ബ്ലേഡോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ കട്ടറിൻ്റെ ബ്ലേഡാണ്. അതിനൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് അതിനെ ഒന്ന് ഊരി മാറ്റാം. നമ്മുടെ ബ്ലേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതായിട്ട് നമ്മുടെ ആ ഒരു കട്ടറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച വരുന്ന ആ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത ഭാഗത്തോട്ട് നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. അതിൻ്റെ അറ്റമെത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. ഒരു ബ്ലേഡ് നമ്മൾ ഇതിനകത്തൂടെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 2 ആണി ഉപയോഗിച്ച് അടിച്ചൊന്ന് ഉറപ്പിച്ചെടുക്കാം. ഇവിടെ ഒരു ആണി ഇവിടെ ബ്ലേഡിൻ്റെ തൊട്ട് പുറകിലായിട്ട് വെച്ച് ചുറ്റിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരാണി അടിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആണി നമുക്ക് അടിച്ച് വയ്ക്കാം. ഇത് നമ്മുടെ ആ ഒരു ബ്ലേഡ് പുറത്തോട്ട് വരത്തില്ല, കാരണം നമ്മുടെ ആണി വെച്ച് നല്ലോണം തന്നെ അടിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇനിയൊരു കുപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ താഴ്വശത്ത് നിന്ന് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുപ്പിയുടെ അടിവശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊരു മടക്കിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്ലേഡിൽ നിന്ന് കറക്റ്റായിട്ടൊന്ന് പെട്ടെന്ന് ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഒരു കുപ്പിയുടെ അടിവശം ഇതേപോലെ ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ടൈറ്റായിട്ടൊന്ന് കറക്കിയെടുക്കുക. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ ബ്ലേഡിന് കുറച്ച് മൂർച്ച കുറവാണ്. അപ്പോൾ അതെ ഇത്രയും പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുറത്തോട്ട് വന്ന ഭാഗത്തിൽ പിടിച്ചൊന്ന് വലിക്കാം. കൈകൊണ്ട് വലിക്കാൻ ബുദ്ധിമുട്ടായുണ്ട്. ഇപ്പോൾ ഒരു പ്ലെയർ യൂസ് ചെയ്താണ് വലിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ബ്ലേഡിന് കുറച്ച് മൂർച്ച കുറവുണ്ടെന്ന്. അപ്പോൾ നമുക്കിതിനെ വലിക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ടുള്ളൊരു നമ്മുടെ ഇവിടെ കട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടുത്തെ തിക്നെസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അടുത്ത് അപ്പോൾ അതേ നമ്മൾ വലിച്ച് എടുക്കുകയാണ്. കുപ്പിയിൽ ഏകദേശം നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമ്മൾ ഇതേപോലെ അങ്ങ് വലിച്ച് ആ ഒരു രൂപത്തിലൊന്ന് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിനെ പൊതുവെ നമുക്ക് നമ്മുടെ ഈ ഒരു കുപ്പിയിൽ നിന്ന് ഇത്രയധികം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കയറിൻ്റെ പവർ ടെസ്റ്റ് നടത്തി ഈ ഒരു കല്ലിനെ നമ്മുടെ ഈ ഒരു കയർ ഉപയോഗിച്ച് കെട്ടി തൂക്കാൻ പറ്റും നോക്കാം. അതിൻ്റെ നമ്മുടെ ഈ ഒരു കല്ലിലോട്ട് നമ്മുടെ ഈ കയറൊന്ന് കെട്ടിക്കൊടുക്കാം. ഈ ഒരു കയർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതേ നമ്മുടെ കല്ലിലോട്ട് നമ്മളെ കയർ കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊക്കി നോക്കാം. ഗൈസ് ഇപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങി വരുന്നതായിട്ട് കാണാം. നമ്മുടെ കയറൊന്നും പൊട്ടുന്നില്ല. അപ്പോൾ അത്രത്തോളം സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.